ഹായ് ഗൈസ്, വെൽക്കം ടു മൈ എപ്പിസോഡ് നമ്പർ 3. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഇപ്പൊ IPL സീസണിന്റെ അവസാനമൊക്കെ അല്ലേ. ഇപ്പൊ IPL കുറിച്ച് സംസാരിക്കാം. IPL കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ സ്കൂൾ ലൈഫിനെ ഉള്ള ഒരു IPL ലൈഫിനെ കുറിച്ചാണ്. അതെന്ന് പറയുമ്പം ഇത് വെക്കേഷൻ ടൈമാണ്, IPL നടക്കുന്ന ടൈം. അപ്പൊ 2 മാസം വേറെ ഒരു പരിപാടി ഇല്ല, ഫുൾ എൻജോയ്മെന്റ് ലൈഫാണ് സ്കൂൾ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ ഉള്ള ടൈമിൽ വരുന്നതിനാൽ തന്നെ നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു IPL-ലായിരിക്കും. IPL ഒരുപാട് ടീമുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള 3 ടീമുകളാണ്: ചെന്നൈ, RCB, മുംബൈ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ലൈഫിലും ഈ ഒരു 3 ടീമുകൾ. ഞാൻ ഒരു ചെന്നൈ ഫാൻ ആയിരുന്നു, പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഡൽഹിയുടെ ആരാധകൻ, അതിനുശേഷം ചെന്നൈയിലേക്ക് വന്നതാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പവർ ആയിരുന്നു. കാര്യം എവിടെയാണെങ്കിലും ചെന്നൈ ആരാധകരായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ധോണി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെന്നൈക്ക് ഭയങ്കര ഹൈപ്പിലുള്ള ആരാധകരാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം അത്രയ്ക്കും ആ ടീം ആരാധകർക്ക് വേണ്ടി തിരിച്ച് ട്രോഫികൾ നേടുന്നൊക്കെയുണ്ട്. അതിനാൽ തന്നെ ചെന്നൈയുടെ ആരാധകരും മുംബൈയുടെ ആരാധകരും ഭയങ്കര വലിയ കൂട്ടമായിരിക്കും. RCB ഫാൻസ്, ഓഫ് കോഴ്സ് RCB ഫാൻസും ഉണ്ട്. അങ്ങനെ ഉള്ളൊരു ടൈമായിരുന്നു നമ്മുടെ. ഞാൻ ആദ്യം IPL കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2012 സീസൺ ആണെന്ന്. 2012 സീസൺ തൊട്ട് ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി ഒരു 2023 സീസൺ വരെ ഞാൻ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഇപ്പൊ അങ്ങനെ IPL കാണാനുള്ളൊരു മൂഡില്ല. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാവിലെ കളിക്കാൻ ഇറങ്ങും, പിന്നെ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുന്നത്. പിന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ IPL കാണുന്നതാണ്. ഇപ്പൊ ഈ IPL നടക്കുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റേ കളിക്കലുള്ളൂ. ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ടീമുകളായിട്ട് തിരിയും. അതായത് RCB ഫാൻസ് ഒരു ടീം, ചെന്നൈ ഫാൻസ് ഒരു ടീം, പിന്നെ മുംബൈ ഫാൻസ് ഒരു ടീം. അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാവും. ഇന്ന് ചെന്നൈയും മുംബൈയും കളിക്കും, നാളെ RCBയും CSKയും കളിക്കും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇത്. കാര്യം ചെന്നൈ ഇപ്പം ഒരു കളി തോറ്റിട്ടുണ്ട്. യഥാർത്ഥ IPL ചെന്നൈ ഒരു കളി തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്കെതിരെ മാച്ച് വിളിക്കും. ഇപ്പൊ RCB ആണ് നമ്മൾ തോപ്പിച്ചെങ്കിൽ RCBക്കെതിരെ മാച്ച് വിളിച്ച് RCBനെ തോപ്പിക്കും നമ്മൾ. ആ ഒരു അത്രയ്ക്കൊരു വികാരം പിടിച്ച ഒരു സമയമായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വാട്സപ്പിലൊക്കെ ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. ചെന്നൈ ഫാൻസ്, മുംബൈ ഫാൻസും RCB ഫാൻസും കൂടി അതിനകത്ത് കിടന്നിട്ട് അർമാദികായിരിക്കും. RCB ഒരു കളി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ RCBനെ എടുത്തിട്ട് ട്രോളും. പിന്നെ ഇപ്പൊ മുംബൈ ആണെങ്കിൽ മുംബൈനെ നമ്മൾ എടുത്ത് ട്രോളും. അതുപോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഭയങ്കര ചെന്നൈയുടെ ഫിസിലായിരുന്നു ഭയങ്കര ട്രെൻഡിങ്. മുംബൈയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങുള്ളൂ, ദൈവത്തിന്റെ പോരാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് ആയിരുന്നു. പിന്നെ RCBക്ക് ഈ സല കപ്പ് നമ്മുടെ ആ ഒരു ടൈം അങ്ങനെയായിരുന്നു നമ്മളെ ട്രോളിക്കൊണ്ടിരുന്നത്. അപ്പം പാട്ടുകൾ വരുന്നു, പിന്നെ ട്രോളുകൾ വരുന്നു. ധോണിനെയൊക്കെ ട്രോളിക്കൊണ്ടുള്ള ഓരോ വീഡിയോസ് ഒക്കെ നമുക്ക് കഴിച്ചു തരുള്ളൂ. അതുപോലെ തന്നെ മുംബൈന്റെ എന്ന് പറഞ്ഞാൽ രോഹിത്തിനെ ട്രോളിക്കൊണ്ടും, പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വിരാട് ഒരു ചായക്കപ്പം പിടിച്ചോണ്ടിരിക്കുന്നതൊക്കെ വരും. കാര്യം RCB ഫാൻസിന്റെ കാര്യമാണ് ഭയങ്കര കഷ്ടം. അവര് ഏത് സീസൺ ആണെങ്കിലും അവര് നിരാശപ്പെട്ട് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മള് ചെന്നൈനെ സംബന്ധിച്ചോളം ചെന്നൈ ഒരു ഡെഫിനറ്റ്ലി ഒരു വിന്നിങ് ടീമായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് നമുക്ക് കൂടുതലായിരിക്കും, ഭയങ്കര പവർ ആയിരിക്കും. പിന്നെ മുംബൈനെ സംബന്ധിച്ചോളം മുംബൈ ഒരു 4-5 സീസൺ അടുപ്പിച്ച് കപ്പടിച്ചില്ലേ. ആ ഒപ്പത്തേനും മുംബൈ ഫാൻസിന് ഒരു ഇത് വന്ന്. സച്ചിൻ വഴിയാണ് മുംബൈയിലേക്ക് കുറെ ആൾക്കാർ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ അവിടെയൊക്കെ കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത്. പിന്നെ രോഹിത് വന്നപ്പോ രോഹിത്തിന്റെ യുഗമായി. പിന്നെ ഹിറ്റ്മാൻ അവരെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഉള്ളപ്പം ഈ RCB ഫാൻസിനെ എല്ലാരും എടുത്തിട്ട് കൊടുക്കും. RCB ഫാൻസ് എപ്പോഴും ട്രോളുകൾക്ക് വിധിക്കപ്പെട്ടവരായിട്ടാണ് കാണുന്നത്. ആദ്യമൊക്കെ RCBയുടെ കൂടെ നടക്കുന്ന കുറെ ടീമുകൾ ഉണ്ടാവും. പിന്നെ അവസാനം അതിന് RCB പരാജയപ്പെട്ട് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി കഴിയുമ്പോഴത്തേനും നൈസായിട്ട് വലിയുന്ന കുറെ ഫാൻസുകാരുണ്ട്. പക്ഷെ ചങ്കറപ്പോട് കൂടി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അവര് എന്തൊക്കെ വന്നാലും RCB നമ്മളിനി അടുത്ത കൊല്ലം എന്ന് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരാ.
പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഫൈനലിൽ 2 ടീമല്ലേ കയറുള്ളൂ. അപ്പൊ ആ 2 ടീമില് ഒരു ടീം നമ്മൾ വിളിക്കും, ഒരു ടീം മറ്റേ ആള്, എല്ലാവരും 2 ടീമിൽ ഏതെങ്കിലും ഒരു ടീമിൽ ഉണ്ടാവും. പിന്നെ അതായിരിക്കും ട്രോളുന്നത്. ഇപ്പൊ ചെന്നൈ ആണ് ഫൈനലിൽ കയറുന്നെങ്കിൽ ചെന്നൈക്കെതിരെയുള്ള RCB മുംബൈയും ഇപ്പൊ ചെന്നൈക്കെതിരെ കളിക്കുന്ന ടീം, ഇപ്പൊ രാജസ്ഥാൻ കളിക്കുകയാണെങ്കിൽ രാജസ്ഥാന്റെ കൂടെ പോകും. പിന്നെ ഇപ്പൊ മുംബൈ കയറുവാണെങ്കിൽ ഇപ്പൊ ചെന്നൈയും RCBയും കൂടി നിൽക്കും. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ് ആയിരുന്നു ആ ടൈമില്. പിന്നെ അതുപോലെ തന്നെ സഞ്ജു രാജസ്ഥാനിലേക്ക് വന്ന് രാജസ്ഥാന്റെ ഒരു കീ പ്ലെയർ ഒക്കെ ആയ ടൈമില് നമ്മുടെ ചെറുക്കന്റെ ടീമല്ലേ എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാന്റെ കൂടെ നമ്മള് കളിക്കുന്ന ടൈമിൽ നമ്മൾക്കൊരു അഴിഞ്ഞ മട്ടായിരിക്കും. രാജസ്ഥാൻ ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ, നമ്മുടെ ചെറുക്കന് ഒരു കപ്പ് കിട്ടട്ടെ, ആ ഒരു സ്ലാങ്ങിലാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു സീസണുകൾ അത് ഭയങ്കര വികാരമായിരുന്നു. അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറബിൾ ആയിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ സ്പിരിറ്റ് ഒന്നുമില്ല. ഇപ്പൊ ചെന്നൈ ആണെങ്കിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോയി. ഈ സീസണിൽ ഏറ്റവും ടേബിളിൽ ഏറ്റവും ലാസ്റ്റിലേക്കൊക്കെ പോയി. എന്തുകൊണ്ട് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര ഒരു നിരാശയുണ്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഇല്ല. കാര്യം ഇപ്പൊ അങ്ങനെ ഒരു ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റില് ആരോടെങ്കിലും സംസാരിച്ചിട്ടോ ഒക്കെ കുറെ നാളായി. കാര്യം ഇപ്പം നമ്മളിപ്പോ IPL ചർച്ചകൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഭാഗമാകാൻ താല്പര്യപ്പെടാൻ തോന്നാറില്ല. കാര്യം ഒരു പ്രീമിയം വാച്ചർ അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫോളോവറും അല്ല ഞാൻ. ഇൻസ്റ്റാഗ്രാമിൽ പോലും CSK ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഇപ്പൊ. അത് ചെന്നൈനോടുള്ള അടുപ്പം കുറഞ്ഞതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സുരേഷ് റെയ്ന ഒക്കെ ഉള്ള ടൈമിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കളി കളിച്ചുകൊണ്ടിരുന്ന ടൈമാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രണ്ടൻ മക്കലോ, മൈക്ലസി, പിന്നെ സുരേഷ് റെയ്ന, ബ്രാവോ, പിന്നെ ഡുപ്ലസി, ജഡേജ, ധോണി, അശ്വിൻ, ആ ഒരു സ്ട്രെങ്ത്, ദീപക് ചാഹർ, താക്കൂർ, അവരൊക്കെ കളിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ചെന്നൈനെ ഒന്ന് തിരിച്ച് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കിട്ടത്തൊന്നുമില്ല. സുരേഷ് റെയ്നയൊക്കെ എന്ന് പറഞ്ഞാൽ ചെന്നൈക്ക് വേണ്ടി അമ്മാതിരി മരിച്ചു കളിക്കുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ ഒരുപാട് ആരാധിച്ച ആൾക്കാരുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞു, ഷെയിൻ വാട്സനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓസ്ട്രേലിയ കളിച്ചിരുന്നല്ല, ചെന്നൈക്ക് വേണ്ടി ഒരു IPL ഫൈനലില് നീ ഇഞ്ചുറി വന്നിട്ട് ചോരയും വെച്ചോണ്ട് കളിച്ച് സെഞ്ചുറി അടിച്ച ആ കളി ഫൈനലില്. ആ ഒരു ഇന്നിങ്സ് ഡുപ്ലസിയും ഷെയിൻ വാട്സനും കൂടിയുള്ള ഒരു ഓപ്പണിങ്, അത് എമ്മാതിരി ഓപ്പണിങ് ആണ്. പിന്നെ റെയ്ന വരുന്നു, പിന്നെ റൈഡ് വരുന്നു, പിന്നെ ബ്രാവോ വരുന്നു, ജഡേജ വരുന്നു, ധോണി വരുന്നു, ചഹർ വരുന്നു. ചഹറൊക്കെ അമ്മാതിരി അടി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സ് ആണ്. മോഹിത് ശർമ്മയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് സ്പെല്ലറിയാൻ. DJ ബ്രാവോയും ധോണിയും തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ട്. നമ്മുടെ കളി ഒന്ന് ടൈറ്റ് ആയി വരുമ്പോഴത്തേനും ബ്രാവോനെ ധോണി വിളിക്കും, പിന്നെ റെയ്നെ അടുത്ത് ചെല്ലും. ഇവരൊരു പ്ലാൻ സെറ്റ് ചെയ്യും. ഡെത്ത് ഓവർ ഇമാതിരി കണ്ടീഷനോട് കൂടി എറിയുന്ന ഒരു പ്ലെയറിനെ ഞാൻ IPL വേറെ കണ്ടിട്ടില്ല ബ്രാവോനെ പോലെ. കാര്യം കറക്റ്റ് ഫീൽഡ് സെറ്റ് ചെയ്യും. ഡുപ്ലസിയുടെ കയ്യിലായിരിക്കും കൂടുതൽ ക്യാച്ചുകളും ചെല്ലുന്നത്. അപ്പത്തേനും ഒരു വികാരം ഉണ്ട്. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം നമ്മൾ ഭയങ്കര ടൈറ്റിൽ നിൽക്കുമായിരിക്കും. അത് ഇപ്പൊ ബാറ്റ് ചെയ്യുന്ന ടീം ജയം ഉറപ്പിച്ച ടൈമുകളിൽ ധോണിയുടെ അമ്മാതിരി മാജിക്കുകളിലൂടെ കൂടുതലും വിക്കറ്റുകൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാച്ചിലൂടെ ആയിരിക്കും. പിന്നെ ജഡേജനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ് ധോണി. അതുപോലെ തന്നെ ജഡേജ, അശ്വിൻ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. അത് ചെന്നൈക്ക് അവരുടെ പ്രൈം സ്റ്റേജിൽ ഏറ്റവും നല്ലൊരു കൂട്ടുകെട്ടായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നത്. താക്കൂറും ദീപക് ചഹറും പിന്നെ നമ്മുടെ മോഹിത് ശർമ്മ, ലുങ്കി ഇങ്കിടി, ഇവരൊക്കെ ചെന്നൈയിൽ കളിക്കുമ്പോൾ വേറെ ടീമിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് ചെന്നൈ കളിക്കുമ്പോൾ അതൊരു വേറൊരു സ്പിരിറ്റിൽ അവർ കളിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷെയിൻ വാട്സൺ. നമ്മൾ ആ ടൈമില് RCBനെ ഒക്കെ എടുത്തിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് ഷെയിൻ വാട്സന്റെ പേരിൽ. കാരണം ഷെയിൻ വാട്സൺ RCB കളിച്ചപ്പോ ഒരു പുഴുവ ആയിട്ടിരുന്ന് ഇവിടെ വന്നിട്ട് ഒരു സിംഹമായി മാറി എന്നെല്ലാം പറഞ്ഞിട്ട്. കാര്യം RCBന്റെ കൂടെ അവർക്ക് മടുത്ത ഒരു വിട്ട പ്ലെയർ ആണ് ഷെയിൻ വാട്സൺ. അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ CSK കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്ത് എറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പതിരാനേനെ പോലെയുള്ള പ്ലെയേഴ്സിനെയൊക്കെ ധോണി അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോഴും പ്ലെയേഴ്സ് ഉണ്ട്. എന്ത് പറ്റി ടീമിനെന്ന് അറിഞ്ഞൂടാ. മേ ബി അടുത്ത സീസണിൽ തിരിച്ചു വരുമായിരിക്കും.
തിരിച്ചു വരണം. കാര്യം CSK ഇപ്പോഴും അത്രത്തോളം ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊന്നൊരു CSK ആരാധകനാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു വികാരമായി കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. RCBക്ക് ഒരു കപ്പ് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ എന്തായാലും CSK പുറത്തായി. പിന്നെ ഇനി മുംബൈയും പഞ്ചാബുമാണ് ഇനി അടുത്ത ക്വാളിഫയർ. ഇങ്ങനെ മുംബൈ ജയിച്ചു പിന്നെ GT-നോട്. അപ്പം ഉറപ്പായിട്ടും മുംബൈയോ പഞ്ചാബോ ആരെങ്കിലും ഒരാൾ വരും. മേ ബി പഞ്ചാബ് ആകാനാണ് ചാൻസ്. മുംബൈ വരുവാണെങ്കിലും RCB 18 വർഷത്തെ കാത്തിരിപ്പല്ലേ, ഒരു കപ്പെങ്കിലും നേടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം ഡൈഹാർഡ് ഫാൻസ് ഉണ്ട്. ഞാൻ ISL ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് അറിയാം ഈ കപ്പ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം. അതുപോലെ കോഹ്ലി എല്ലാ അതായത് ടൂർണമെന്റിലും കപ്പടിച്ച്. ഇപ്പം വേൾഡ് കപ്പ് കോഹ്ലിക്കുണ്ട്. പിന്നെ ICC ടൂർണമെന്റുകളിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാത്രമാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഇത് വരുന്നതിന് മുമ്പേ കോഹ്ലിക്കുണ്ട്. പക്ഷെ ഒരു IPL ട്രോഫി ഇല്ല. അതൊരു ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു സംഭവമാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഓറഞ്ച് ക്യാപ്പ്, ഏറ്റവും കൂടുതൽ സ്കോർ അടിച്ച ഒരു പ്ലെയർ ആണ്. ക്യാപ്പുകൾ കയ്യിലുണ്ട്, എന്നിട്ടും ഒരു കപ്പില്ലാത്തൊരു വിഷയമുണ്ട്. അത് ഈ സീസണിലും കൊണ്ട് മാറട്ടെ. ഇത് 18ാം സീസൺ, 18ാം നമ്പർ താരത്തിലേക്ക് എത്തട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഫൈനൽ എന്തായാലും ഞാൻ കാണും. RCBക്ക് വേണ്ടി കാണും. അത് ഏത് ടീം ഓപ്പോസിറ്റ് വന്നാലും RCB ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. RCB ജയിക്കുമ്പോൾ ഒരു വികാരം ഉണ്ട്. കാര്യം അതൊരിക്കലും ഞാൻ ഒരു RCB ഫാനായിട്ടൊന്നുമല്ല. RCB ഫാനേ അല്ല ഞാൻ. RCBക്ക് എതിരെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ RCB ഫാൻസ് ആയിട്ട് നിന്ന കുറെ ആൾക്കാർ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുടെയൊക്കെ ഇമോഷൻ വേറെ എക്സ്ട്രീം ആയിരിക്കും ഇത് കപ്പടിച്ച് കഴിയുമ്പോൾ. അത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ RCB കപ്പടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ IPL സ്റ്റോറീസ് ഇതുപോലെയൊക്കെ ഉണ്ടോ? നമ്മൾ ഈ നാട്ടുംപുറത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ. ഇപ്പൊ എന്റെ നാട്ടിൽ പോയാലും, ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. എല്ലാവരും പിള്ളേരൊക്കെ അധികം ഒന്നും നമ്മളുടെ ആ ടൈമിലുള്ളവരെ എല്ലാരും കൂടി ഉള്ള ഒരു മത്സരം കളിയൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ എപ്പോഴും കുറെ പിള്ളേരുണ്ടാവും, അവര് കളി ഉണ്ടാവും. ഇതിപ്പോ എന്ന് പറഞ്ഞൊരു നമ്മളൊരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും പിള്ളേര് കളിക്കുന്നത്. അത്രയും മാറിപ്പോയി. ഇപ്പം വീഡിയോ ഗെയിംസ് വന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും സമയമില്ല, എല്ലാവരും ഓട്ടത്തിലാണ്. പിള്ളേരെ പോലും പിന്നെ ട്യൂഷൻ ക്ലാസ്, ഡാൻസ് ക്ലാസ്, ഈ ക്ലാസ് മറ്റേ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വിടുവാണ്. ഒരു പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റാത്തൊരു സ്ഥിതിയാണ്. പണ്ട് നമ്മൾ എന്തൊക്കെ ഈ ഒരു 2 മാസത്തെ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അതിലെ ഏറ്റവും വലിയ പ്രൈം സംഭവമായിരുന്നു നമ്മളുടെ സ്വന്തം IPL. അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പത്തെ ആൾക്കാര് പണ്ട് അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ IPL സമയത്ത് ലീവിന് കുറെ പേര് വരും. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന പോലെ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജോലിക്ക് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വിഷുവിന്റെ ലീവിന് വരും, അല്ലെങ്കിൽ പെരുന്നാളിന്റെ ലീവിന് വരും. അപ്പം അവര് എല്ലാവരും കൂടിയാണ് നമ്മൾ കളിക്കുന്നത്. ഈ RCB ഫാൻസിനകത്തും ഏജ് ലിമിറ്റ്സ് ഒന്നുമില്ല. RCB ആണെങ്കിലും CSK ആണെങ്കിലും MI ആണെങ്കിലും നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. കാര്യം ഒരു 10 വയസ്സുള്ള ചെറുക്കൻ തൊട്ട് പിന്നെ 20, 30 ഒക്കെ 30 വയസ്സുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കളിക്കുക, മനസ്സിലായ? അത്രത്തോളം പിന്നെ ഇമോഷൻ ബേസിലാണ് നമ്മൾ കളിക്കാറുള്ളത്. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ ഞാനൊക്കെ എന്റെ നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയണം, പിള്ളേരൊന്നും അവിടെ ഇവിടെയൊക്കെ എല്ലാ ഗ്രൗണ്ടിലൊക്കെ പോയി നോക്കും, അവിടെ ഒന്നും പിള്ളേരില്ല. വേറെ ഞാൻ എന്റെ അനിയന്മാരോടൊക്കെ ചോദിക്കും എന്താ ഇപ്പൊ ഒന്നും, അവർക്കൊന്നും സമയമില്ല. അവരൊക്കെ പഠിത്തത്തിന്റെ അതുപോലെ വേറെ ഓരോ കാര്യങ്ങളുടെ പുറകെയാണ് പിള്ളേരൊക്കെ. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ഇതുപോലെ എത്ര പ്രായം കഴിഞ്ഞാലും നാട്ടിൽ വരുമ്പോ ഇങ്ങനെ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പൊ നമ്മളെ കൂടെ കളിച്ചേർന്ന പയ്യന്മാരെ തന്നെ എല്ലാവരും തന്നെ പുറത്തും അതുപോലെ വേറെ പഠിക്കാനും ഒക്കെ പോയി. പിന്നെ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും എന്റെ ഒരു അടുത്ത ജനറേഷൻ ഒക്കെ വരുമ്പോഴത്തേന് ഇതുപോലെയൊക്കെ ആവോ ഇല്ല,
അവർക്ക് വേറെ ടൈപ്പ് ഓഫ് എൻജോയ്മെന്റ്സ് ഉണ്ടാവും. അവർക്കും എൻജോയ്മെന്റ്സ് ഉണ്ട്. അവർ IPL കാണുന്ന ആൾക്കാരാണ്, IPL നിരീക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതുപോലുള്ള എൻജോയ്മെന്റുകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്നിടത്ത് ചിലപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലും ഉണ്ടാവും, പക്ഷെ എനിക്കില്ല. അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. അന്ന് വേറെ ഒരു എന്താ ഒരു ടെൻഷൻ ഇല്ല, ഒരു വിഷമം ഇല്ല, പിന്നെ അതായത് വിശപ്പില്ല, ദാഹമില്ല. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇതിന്റെ പുറകെയാണ്. ഒരു പന്തും ഒരു ബാറ്റും, മട്ടലിന്റെ ബാറ്റ് തൊട്ട് കളിച്ച് പിന്നെ നമ്മള് അതിന്റെ ഒരു ഇവല്യൂഷൻ ഉണ്ട്. മട്ടലിന്റെ ബാറ്റ് പിന്നെ നമ്മള് ബാറ്റ് മേടിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ബാറ്റ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +2 ഒക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ബാറ്റ് മേടിക്കുന്നത്. മട്ടലിന്റെ ബാറ്റാണ് എന്നാലും എടുക്കുക. നല്ല മട്ടലുണ്ട്, നൈസ് മട്ടല്. അതായത് വെള്ളം പിടിക്കില്ലേ, അത് നമ്മൾ നേരത്തെ കൊത്തി വെക്കും. കാര്യം മഴ വരുന്നതിന് മുന്നേ. മഴയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ബാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തെന്നി കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി എവിടെയെങ്കിലും ഒക്കെ വീഴും, അങ്ങനെ ബാറ്റും പൊട്ടും. പക്ഷെ ഈ മട്ടലിന്റെ ബാറ്റാകുമ്പോ കയ്യിലിരിക്കും, നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ അതല്ല, ബോളാണെങ്കിൽ പോലും നമ്മൾ ഈ ടെന്നീസിന്റെ ബോൾ വെച്ച് കളിക്കും. അപ്പൊ അത് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അതിന്റെ തോലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ തപ്പാൻ, അതായത് ബോള് തപ്പാൻ പോകുന്നതൊക്കെ ഒരു ഇൻസിഡൻസ് എല്ലാം ഉണ്ട്. അതൊക്കെ വേറെ ലെവൽ ഇമോഷൻ ആണ്. അത് കിട്ടാൻ വേണ്ടി എല്ലാവരും കൂടി പോയി തപ്പും. കുറെ മടിയന്മാർ അവിടെ ഇവിടെ എല്ലാം വെള്ളം കുടിക്കാനൊക്കെ ഓടും. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ 6 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ ചെല്ലേണ്ട ഒരു സംഭവം വരും. 6 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മള് ബാറ്റ് ചെയ്തിട്ട് എതിർ ടീം ആയിരിക്കും ബാറ്റ് ചെയ്യുന്നത്. അപ്പം എതിർ ടീമിന് എങ്ങനെയും ബോൾ എറിഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഓടും എതിർ ടീമിന് ബോൾ എറിയാണ്ട്. നമ്മൾ ബാറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ബോൾ ചെയ്യുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതിന് അവന്മാര് എറിയാണ്ട് പോകും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്റ്റേജ് ആയിരിക്കും. പിറ്റേന്ന് വരുന്നതിന് നമ്മൾ അവന്മാരെ കൊണ്ട് അത് എറിയിക്കും. കാര്യം നമ്മൾ ആദ്യം അവന്മാര് വരുന്ന ടൈമിൽ തന്നെ നമ്മളും തന്നു, എന്നിട്ട് കുറെ നേരം മുട്ടിച്ച് എറിഞ്ഞെറിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര മാച്ചുകളായിരിക്കും. പിന്നെ തെന്നി അടിച്ച് വീഴുന്നതും, പിന്നെ സ്ലിപ്പിൽ വീഴുമ്പോ കണ്ണിൽ വന്നിട്ട് ബോൾ കൊള്ളുന്നതും, അങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ വൈബാണ് കേസ്. പിന്നെ ക്രിക്കറ്റ്, പിന്നെ ഫുട്ബോൾ ഈ ടൈമിലെ കളിക്കൽ കുറവാണ്. ISL ഉള്ള സമയത്താണ് ഫുട്ബോൾ കളിക്കല്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഫുട്ബോൾ കളിക്കുന്ന ടൈമുകളുണ്ട്. കാര്യം ബോള് മൊത്തം കാട്ടിലൊക്കെ അടിച്ച് കളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഫുട്ബോളുമായിട്ട് ഇറങ്ങും. അങ്ങനെ പിന്നെ സൈക്കിൾ ഒരു വികാരമായിരുന്നു. ആ ടൈമിൽ സൈക്കിളിന്റെ ബേക്കിലാണ് ബാറ്റ് വെച്ചോണ്ട് പോകുന്നത്. 1983 കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ പിടികിട്ടും. അത്രയ്ക്ക് ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ മാച്ചുകൾക്കൊന്നും, അങ്ങനെ പുറത്ത് മാച്ചുകൾക്കൊന്നും പോയിട്ടില്ല. എന്റെ കൂടെ കളിച്ചവന്മാര് പോയിട്ടുണ്ട് കുറച്ചു പേരൊക്കെ. നമ്മൾ വേറെ ഈ ഇതിലൊക്കെ ഉള്ളവരെ വരുമായിരുന്നു കേട്ടോ. മറ്റേ ഗോതയിലുള്ള പോലെ വേറെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് കളിക്കാൻ വേണ്ടി വരും, അവരുടെ ടീമുമായിട്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ കളിച്ചിട്ടുമുണ്ട്. അങ്ങനെ കുറെ പരിചയങ്ങളായിട്ടുണ്ട്. പിന്നെ സ്കൂളിലൊന്നും ഞാൻ വലിയ പ്ലെയർ ഒന്നും അല്ല ഗൈസ്. അപ്പൊ എന്നെ സ്കൂളിലൊന്നും അങ്ങനെ കളിക്കാനൊന്നും കൂട്ടത്തില്ല. കാര്യം മാച്ചുകൾക്കൊന്നും ഞാൻ പക്ഷെ നാട്ടില് ഞാൻ ഭയങ്കര പ്ലെയർ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ഒക്കെ ആയിരിക്കും. പിന്നെ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ കളിക്കുന്ന പിള്ളേരും അതുപോലെ തന്നെ എന്നെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ പിള്ളേരാണെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ എല്ലാം പോയി. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലത്തെ ഒരു IPL സീസൺ ഓരോന്നും വരുമ്പോ ഈ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പോയോണ്ടായിരിക്കും ചിലപ്പോ എനിക്ക് ഈ ഒരു IPL താല്പര്യം എല്ലാം പോയത്. പക്ഷെ നമ്മുടെ ആ കൂട്ടത്തിലുള്ള കുറെ RCB ഫാൻസ് ഉണ്ട്. അവർക്ക് ഈ വട്ടം എന്തായാലും ഒരു ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും. അവർ ഈ വട്ടം കപ്പടിച്ചിട്ട് കോഹ്ലി കപ്പ് ഉയർത്തി തന്നെ വിരമിക്കട്ടെ. ഇപ്പൊ വിരമിക്കൂലായിരിക്കും IPL നിന്ന്. അപ്പൊ ബൈ ഗൈസ്, അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. ബൈ.